Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the first part of the topic, classification of intellectual property rights from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us study the classification of intellectual property rights. First classification is trademarks and service marks. A trademark or service mark is a word, name, symbol, or device used to indicate the source, quality, and ownership of a product or service. A trademark is used in the marketing, is recognizable sign, design, or expression which identifies products or services of a particular source from those of others. നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR റൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രേഡ് മാർക്സ്, സർവീസ് മാർക്സ്. നമ്മളിത് വളരെയധികം കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സർവീസ് മാർക്ക് എന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ അതിൻ്റെ ഓണർഷിപ്പ്, ക്വാളിറ്റി, സോഴ്സ്, അതായത് ഉടമസ്ഥത, ഗുണമേന്മ, അതിൻ്റെ ഉറവിടം, ഇവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉപജ്ഞാതാക്കൾ എടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വേർഡ്, നെയിം, സിമ്പൽ, ഡിവൈസ്, വാക്ക്, പേര്, ചിഹ്നം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തെ നമുക്ക് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സർവീസ് മാർക്ക് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ ഓണർഷിപ്പ്, ക്വാളിറ്റി, സോഴ്സ് ഇവയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഇവയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അതിൻ്റെ മാനുഫാക്ചറേഴ്സോ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സോ ഉപയോഗിക്കുന്ന വേർഡിനെ, നെയിമിനെ, സിമ്പലിനെ ഒക്കെ ട്രേഡ് മാർക്ക് അഥവാ സർവീസ് മാർക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ മറ്റുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചിഹ്നത്തെയോ ഡിസൈനെയോ എക്സ്പ്രഷനെയോ അല്ലെങ്കിൽ സിമ്പിൾസിനെയോ പേരിനെയോ ഒക്കെ നമുക്ക് ട്രേഡ് മാർക്ക് എന്ന അല്ലെങ്കിൽ സർവീസ് മാർക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണത്തിന് ഇപ്പം നമുക്കറിയാം മെർസൈഡീസ് ബെൻസിൻ്റെ കാർ, അതിൻ്റെ ഒരു എംബ്ലം ഉണ്ടാകും, ചിഹ്നം ഉണ്ടാകും. ഇപ്പം നമുക്കറിയാം മാരുതി സുസുക്കി, അപ്പോൾ ആ കാറിൽ അതിൻ്റെ ഒരു ചിഹ്നമുണ്ടായിരിക്കും, ഒരു സിമ്പൽ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു SBIയുടെ, നമുക്കറിയാം SBIയുടെ ലെറ്റേഴ്സിലോ മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു സിമ്പൽ അതിനകത്ത് കാണും. അത് അവരുടെ സർവീസ് മാർക്കാണ്. കാറിലുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റിലുണ്ടായിരിക്കുന്ന ട്രേഡ് മാർക്കുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ചിഹ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് SBIയുടെ ലെറ്ററാണ്, അല്ലെങ്കിൽ SBIയുടെ ഇതാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ്, അല്ലെങ്കിൽ ഇത് മാരുതി സുസുക്കിയുടെ കാറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ആ സർവീസ് മാർക്കിലൂടെയാണ്. എന്തെങ്കിലും ചിഹ്നമാകാം, പേരാകാം, സിമ്പലാകാം, ഇതൊക്കെ ആകാം. ഇതിനാണ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സർവീസ് മാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ്, IPR റൈറ്റാണ്. The trademark owner can be an individual, business organization, or any legal entity. A trademark may be located on a package, a label, a voucher, or on the product itself. For the sake of corporate identity, trademarks are also being used. നമ്മൾ പഠിച്ച ഈ ട്രേഡ് മാർക്കിൻ്റെ അല്ലെങ്കിൽ സർവീസ് മാർക്കിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആകാം, ബിസിനസ് ഓർഗനൈസേഷൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ എൻറ്റിറ്റി ആകാം. അതായത് ഒരു വ്യക്തിയാകാം, ഒരു ബിസിനസ് സ്ഥാപനമാകാം, മറ്റേതെങ്കിലും നിയമപരമായിട്ടുള്ളൊരു സ്ഥാപനമാകാം ഈ ട്രേഡ് മാർക്കിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ട്രേഡ് മാർക്ക് എവിടെയൊക്കെ കാണാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിൽ ട്രേഡ് മാർക്ക് കാണപ്പെടാം നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ലേബലിൽ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ വൗച്ചറിൽ കാണാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ തന്നെ ട്രേഡ് മാർക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയും ട്രേഡ് മാർക്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയും ട്രേഡ് മാർക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചിഹ്നമോ അല്ലെങ്കിൽ പേരോ ഒക്കെ യൂസ് ചെയ്യുന്ന ട്രേഡ് മാർക്ക് എന്ന് പറയും. അത് ആ കമ്പനിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. ഇൻ അഡീഷൻ ടു വേർഡ്സ്, ട്രേഡ് മാർക്സ് ക്യാൻ ഓൾസോ കൺസിസ്റ്റ് ഓഫ് സ്ലോഗൻസ്, ഡിസൈൻ ഓർ സൗണ്ട്സ്. ട്രേഡ് മാർക്ക് പ്രൊവൈഡ്സ് ഗ്യാരണ്ടി ഓഫ് ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ദേ ഐഡൻറ്റിഫൈ. Companies expend a great deal of time, effort, and money in establishing consumer recognition of and confidence in their marks. നമ്മൾ പഠിച്ചു ട്രേഡ് മാർക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സർവീസ് മാർക്ക് എന്ന് പറയുമ്പോൾ അതൊരു വേർഡാകാം, പിന്നെ അതേപോലെ സൈൻ ആകാം, സിമ്പൽ ആകാം എന്നൊക്കെ പഠിച്ചു. ഇവിടെ പറയുന്നു വേർഡ്സ്, ഇതിനൊക്കെ പകരമായിട്ട് ട്രേഡ് മാർക്സിൽ സ്ലോഗൻസും ആകാം, ചില മുദ്രാവാക്യങ്ങളും ആകാം,
അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ ആകാം, അല്ലെങ്കിൽ സൗണ്ടുകളാകാം, ശബ്ദങ്ങളാകാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ട്രേഡ് മാർക്ക് കാണുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ കൺസിസ്റ്റൻസിയെക്കുറിച്ചൊക്കെ ഒരു ഗ്യാരണ്ടി, ഒരു ഉറപ്പ് നൽകുന്നതായിരിക്കും. ചില ട്രേഡ് മാർക്കുകൾ നമ്മൾ മേടിക്കുന്നു. ഇപ്പോൾ മെർസൈഡീസ് ബെൻസിൻ്റെ എംബ്ലം കാണുന്നു, എംബ്ലം എല്ലാവരും കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് കാണുമ്പോൾ ആ കാറിന് അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിന് കൺസിസ്റ്റൻസി ഉണ്ടെന്ന് ഉറപ്പ് നൽകുന്നതാണ്. അപ്പോൾ അത് ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ, ആ സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന കമ്പനിയുടെ കാറാണ്, ഇത് പെർഫോമൻസ് ഉള്ള കാറാണ്, ക്വാളിറ്റി ഉള്ള കാറാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ ട്രേഡ് മാർക്ക് സഹായിക്കുന്നതാണ്. മാത്രമല്ല, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഓരോ കമ്പനീസ് തങ്ങളൊരു ട്രേഡ് മാർക്കിൽ ഓരോ പ്രോഡക്റ്റ് ഇറക്കുന്നു, അല്ലെങ്കിൽ സർവീസ് മാർക്കിൽ ഓരോ പ്രോഡക്റ്റ് ഇറക്കും. ആ ഇറക്കുന്ന പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം ആർജിക്കാൻ, അവരുടെ അംഗീകാരം നേടാനും വേണ്ടിയിട്ട് ഒത്തിരി സമയവും ഒത്തിരി ശ്രമങ്ങളും ഒത്തിരി എഫേർട്ടും പൈസയും മണിയൊക്കെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഇത്രയും സമയവും ശ്രമങ്ങളും പൈസയൊക്കെ ചേർത്ത് ഓരോ കമ്പനീസും തങ്ങളുടെ ട്രേഡ് മാർക്കിലുള്ള വിശ്വാസ്യത, കസ്റ്റമേഴ്സിനുള്ള വിശ്വാസ്യത അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഈസ് കോപ്പിറൈറ്റ്സ്. Copyright is a legal term describing rights given to creators for their literary and artistic works. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR റൈറ്റ്സിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോപ്പി റൈറ്റ്സ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റ് എന്ന് വെച്ചാൽ കലാപരമായിട്ടും ആർട്ടിസ്റ്റിക്കായിട്ടും ലിറ്റററി സാഹിത്യപരമായിട്ടുമൊക്കെ നടത്തുന്ന സൃഷ്ടികർത്താക്കൾക്ക് അവർക്ക് നൽകുന്ന അവകാശത്തിന് പറയുന്ന ലീഗൽ ടേം, നിയമപരമായിട്ടുള്ള വാക്കാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അതായത് കലാപരമായ സൃഷ്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ സാഹിത്യപരമായ സൃഷ്ടികൾ നടത്തുന്ന വ്യക്തികൾക്ക്, അതിൻ്റെ സൃഷ്ടികർത്താക്കൾക്ക് അവർക്ക് ലഭിക്കുന്ന ഒരു അവകാശത്തെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. ദ കൈൻഡ്സ് ഓഫ് വർക്ക്സ് കവേർഡ് ബൈ കോപ്പി റൈറ്റ് ഇൻക്ലൂഡ് ലിറ്റററി വർക്ക്സ് സച്ച് ആസ് നോവൽസ്, പോയംസ്, plays, reference works, newspapers and computer programs, databases, films, musical compositions and choreography. Artistic works such as paintings, drawings, photographs and sculpture, architecture and advertisements, maps and technical drawings. All these cover under the copyright. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കോപ്പിറൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ലിറ്റററി ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സിന്, സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രചനകൾക്ക് അല്ലെങ്കിൽ സൃഷ്ടികൾക്ക്, അതിൻ്റെ സൃഷ്ടികർത്താക്കൾക്ക് ലഭിക്കുന്ന അവകാശത്തെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് കോപ്പിറൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ലിറ്റററി വർക്ക്സ്, അതായത് നോവലുകൾ, പദ്യങ്ങൾ, പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡ്രാമാസ്, അതായത് നാടകങ്ങൾ, റെഫറൻസ് വർക്ക്സ്, ന്യൂസ് പേപ്പേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഡേറ്റാബേസസ്, ഫിലിംസ്, മ്യൂസിക്കൽ കമ്പോസിഷൻസ്, കൊറിയോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തം. ഇപ്പോൾ ഒരു നൃത്ത ചുവടുകൾ ഒരാൾ കൊറിയോഗ്രാഫി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെയാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ സിനിമയിലൊക്കെ അതിൻ്റെ കൊറിയോഗ്രാഫി അത് വേറൊരാൾക്ക് അത് കോപ്പി ചെയ്ത് മറ്റൊരു സിനിമയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കണക്ക് ആർട്ടിസ്റ്റിക് വർക്ക്സ്, കലാപരമായിട്ടുള്ള സൃഷ്ടികളായ പെയിൻറ്റിങ്സ്, ചിത്രരചന, ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ആർക്കിടെക്ചർ, വാസ്തുവിദ്യ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ചില പരസ്യങ്ങൾ, ചില മാപ്പുകൾ, ടെക്നിക്കലായിട്ടുള്ള ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള വർക്കുകൾക്കെല്ലാം അതിൻ്റെ സൃഷ്ടികർത്താക്കൾക്ക് അതിൻ്റെ മേൽ അവകാശമുണ്ട്. അവർക്കല്ലാതെ മറ്റാരും അത് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നില്ല, അല്ലാതെ കോപ്പി ചെയ്ത് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ്. Copyright subsists in a work by virtue of creation. Hence, it's not mandatory to register. However, registering a copyright provides evidence that copyright subsists in the work and creator is the owner of the work. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോപ്പിറൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പുതിയൊരു സൃഷ്ടി നടത്തിയാൽ, ഇപ്പോൾ ഒരു കഥ എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതിയാൽ, അങ്ങനെ ഒരു അല്ലെങ്കിൽ കലാപരമായ എന്തെങ്കിലും സൃഷ്ടി നടത്തിയാൽ, ഒരു ശില്പം ഉണ്ടാക്കിയാൽ, അത് ഉണ്ടാക്കുന്ന ആൾക്ക് അതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനൊരു അവകാശമുണ്ട്. കോപ്പിറൈറ്റ് അതിനകത്ത് തന്നെ ഉണ്ട്.
അതുകൊണ്ട് ഈ കോപ്പിറൈറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. ഇനി അഥവാ കോപ്പിറൈറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ആ വർക്കിൽ കോപ്പിറൈറ്റ് ഉണ്ടെന്നും അതിൻ്റെ ക്രിയേറ്റർ ആണ് ആ വർക്കിൻ്റെ ഓണറെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു മ്യൂസിക്, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് അനേകം മ്യൂസിക്കുകൾ കിട്ടും. അപ്പോൾ ചിലതിനകത്ത് അതിപ്പോൾ മറ്റൊരാളുടെ മ്യൂസിക് നമുക്ക് കോപ്പി അടിച്ച് അല്ലെങ്കിൽ അത് നമ്മുടേതാണെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മുടേതായി ഉപയോഗിക്കാനോ പറ്റില്ല. അത് നിയതമായ നിയമമാണ്, അത് അന്തർലീനമായ നിയമമാണ്. ആരുടെ വർക്കും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. കോപ്പിറൈറ്റ് അങ്ങനെ സബ്സിസ്റ്റ് ചെയ്യാണ് ഒരു വർക്കിനകത്ത് ബൈ വേർച്യു ഓഫ് ക്രിയേഷൻ. ആരാണോ അത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ആരാണോ അത് സൃഷ്ടിച്ചത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് കോപ്പിറൈറ്റ്. അതെങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. അങ്ങനെ ഒരു റൈറ്റ് അന്തർലീനമാണ്, സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോപ്പിറൈറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കോപ്പിറൈറ്റഡ് എന്ന് വെച്ചാൽ ഈ വർക്ക്, അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ പോയമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രാമ ആയാലും പ്ലേ ആയാലും ഒക്കെ അത് കോപ്പിറൈറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൻ്റെ ക്രിയേറ്റർ ആയിരിക്കും അതിൻ്റെ ഓണറെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതാണ് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം. ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ വർക്ക് നമുക്ക് ഇതിനൊക്കെ കോപ്പി ചെയ്ത് നമ്മുടേതാണെന്ന് പ്രചരിപ്പിക്കാനോ നമ്മുടേതായി പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാനോ സാധിക്കില്ല. അതാണ് കോപ്പിറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിയേറ്റേഴ്സ് ഓഫ്റ്റൻ സെൽ ദ റൈറ്റ്സ് ടു ദെയർ വർക്ക്സ് to individuals or companies best able to market the works in return for payment. These payments are often made dependent on the actual use of the work and are then referred to as royalties. These economic rights have a time limit. Other than photographs, it is for life of author plus 60 years after creator's death. ഇവിടെ പറയുന്നത് ഈ ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ ഒരു പീസ് ഓഫ് വർക്ക്, ഇപ്പോൾ ഒരാളൊരു പാട്ട് പാടി അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതി ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ബുക്ക് റൈറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റർക്കാണ് അതിൻ്റെ കോപ്പി റൈറ്റ് എന്നുള്ളത്. അത് രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്താലും ക്രിയേറ്റർക്ക് റൈറ്റ് ഉണ്ട്. അത് റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പൈസയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനോ അത് എവിടെ ഉപയോഗിക്കാനോ ഒക്കെ ഉള്ള റൈറ്റ് ആ ക്രിയേറ്റർക്ക് മാത്രമാണ്. മിക്കപ്പോഴും ഈ ക്രിയേറ്റേഴ്സ് തങ്ങളുടെ ഈ റൈറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ചില കമ്പനികൾക്കോ പേയ്മെൻറ്റിന് വിൽക്കാറുണ്ട്, പൈസയ്ക്ക് വേണ്ടി വിൽക്കാറുണ്ട്, ഈ റൈറ്റിനെ വിൽക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റൈറ്റിനെ വിൽക്കുമ്പോൾ ഈ വർക്ക് എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഇവർക്ക് ഈ ക്രിയേറ്റേഴ്സിന് പൈസ ലഭിക്കും. ഇത്തരത്തിൽ ലഭിക്കുന്ന പൈസയ്ക്ക് റോയൽറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരു പുസ്തകം എഴുതിയെന്ന് വിചാരിക്കും. ആ പുസ്തകം അപ്പോൾ എനിക്ക് തന്നെ അത് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് ഇരിക്കില്ല. അപ്പോൾ എൻ്റെ ഈ വർക്ക്, എൻ്റെ ഈ പുസ്തകം ഒത്തിരി പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് എത്തിക്കാൻ പറ്റുന്ന കഴിവുള്ള ചില കമ്പനീസിനെ, ഇൻഡിവിജ്വൽസിനെ നമുക്കിത് ഏൽപ്പിക്കാം. നമുക്ക് നമ്മുടെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത് അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇൻഡിവിജ്വൽസിനെയോ കമ്പനീസിനെ ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് റോയൽറ്റി എന്ന് പറഞ്ഞ് ഒരു പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസിൽ നമ്മുടെ ഇപ്പോൾ 50 പുസ്തകം അച്ചടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ആ ഓരോ പുസ്തകത്തിനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച ഒരു പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കമ്പനിക്കോ ആ ഇൻഡിവിജ്വലിനോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില 100 രൂപയാണെങ്കിൽ ഒരു പുസ്തകം അച്ചടിച്ച് പ്രിൻ്റ് ചെയ്ത് വിൽക്കുമ്പോൾ 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ 100 രൂപ മുടക്കുന്നത് കമ്പനിയും ഇൻഡിവിജ്വലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ വർക്കാണത്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ ക്രിയേറ്റർ എങ്കിൽ ഒരു പുസ്തകം വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് ക്രിയേറ്റർക്ക് ലഭിക്കും. അങ്ങനെ എത്ര പുസ്തകം അവർ വിൽക്കുന്നോ അത്ര ഓരോ പുസ്തകത്തിൽ നിന്നും റോയൽറ്റി ആയിട്ട് നമുക്ക് ലഭിക്കും. അതാണ് കോപ്പിറൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. These economic rights have a time limit. Other than photographs is for life of author plus 60 years after creator's death. അതുകൂടി നമ്മൾ കണ്ടു. അതായത് ഈ എക്കണോമിക് റൈറ്റ്സ് ഇങ്ങനെ വിൽക്കുന്നതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കോപ്പിറൈറ്റിന് ഒരു കാലാവധിയുണ്ട്. കാലാവധി എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ഓതർ. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതിയാൽ ഞാൻ എന്നുവരെ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ആ റൈറ്റ് എനിക്ക് മാത്രമാണ്. ആ പുസ്തകത്തിൻ്റെ മേലുള്ള റൈറ്റ് എനിക്കാണ്. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല പ്ലസ് 60 years ആഫ്റ്റർ ക്രിയേറ്റേഴ്സ് ഡെത്ത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 60 വർഷം വരെ ഈ പുസ്തകത്തിൻ്റെ റൈറ്റ് എന്നിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ ആ പുസ്തകം പിന്നീട് ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ, പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റോയൽറ്റി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അനന്തരാവകാശികൾക്ക് കിട്ടും. ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഓതറിൻ്റെ ലൈഫ്
പ്ലസ് 60 years ആഫ്റ്റർ ക്രിയേറ്റേഴ്സ് ഡെത്ത്. ഇതാണ് കോപ്പിറൈറ്റിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ട്രേഡ് മാർക്ക് ഓർ സർവീസ് മാർക്ക്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is copyright? I hope all of you have understood the first part of the topic, classification of intellectual property rights, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.